പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന പല കാര്യങ്ങളും എന്താ പറയുന്നത്, നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ പേടിയാണ് വരുന്നത്. കാരണം ഓരോ കുട്ടികളുള്ള അമ്മമാരും ശരിക്കും പേടിച്ചിട്ടായിരിക്കും ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. കാരണം അവർ വലുതാകും തോറും അവരെന്തായിരിക്കും കാട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ സ്വഭാവ രൂപീകരണം എന്നൊക്കെ ടെൻഷൻ ഇല്ലാത്ത പേരൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഈ ന്യൂസുകളൊക്കെ വായിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അടി കിട്ടും. അപ്പം അടി കിട്ടും എന്ന് പേടിയുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കും. അപ്പം മറുപക്ഷം വേണമെങ്കിൽ ചോദിക്കാം, പഠിക്കുന്നതെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണോ പഠിക്കേണ്ടത്? അവനവന് വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്, നല്ല സ്വഭാവ രൂപീകരണത്തിന്, അങ്ങനെയൊക്കെ പറയും. അപ്പോഴും ഒരു കാര്യമുണ്ട്, നല്ല സ്വഭാവ രൂപീകരണത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ജോലി, മുമ്പോട്ട് ജീവിക്കണമെങ്കിൽ ക്യാഷ് വേണം, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ജോലി വേണം. അതൊക്കെ എല്ലാം സത്യമല്ലേ? നമ്മൾ എത്രയൊക്കെ വാദിച്ച് ഓരോന്നൊക്കെ പറഞ്ഞാലും പഠിക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, പഠിക്കുക. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അടി കിട്ടും എന്ന് അറിയാവുന്നത് കൊണ്ട് ഒരു കുട്ടി പഠിക്കും. അതിലപ്പം അടിക്കുന്നതിൽ അടി കിട്ടും എന്നുള്ളതിൽ എന്താണ് ശരിക്കും തെറ്റ്? ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ, നല്ല കാര്യത്തിനായിട്ടുള്ള നിയമങ്ങളായിരിക്കും സ്കൂളിൽ ഓരോ അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നതുപോലെ ചെയ്താൽ പണിഷ്മെൻ്റ് ഉണ്ടാകുമെന്ന് പറയും. അതിലൊരു പേടിയുള്ളത് കൊണ്ടാണ് ഓരോ കുട്ടിയും തെറ്റ് ചെയ്യാതിരിക്കുന്നത്. ഇവിടെയും മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് വെച്ചാൽ, തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും എന്നൊരു ബോധ്യം ഓരോ കുട്ടികളിലും ഉണ്ടെങ്കിൽ ശരിക്കും അവരങ്ങനെ ചെയ്യില്ല. തെറ്റ് ചെയ്താലും സ്കൂളിൽ മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിച്ചു എന്നുള്ള കുട്ടികൾ തിരിച്ച് വീട്ടിൽ വരുമ്പം അധ്യാപകർ നമ്മളോട് വിളിച്ച് പറയുക, കുട്ടികളിങ്ങനെ കാണിച്ചു അല്ല ഇന്നതാണ് എന്ന് പറയുമ്പം അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കുട്ടീനെ പിടിച്ച് പിടിക്കണം എന്നൊന്നും അല്ല പറയുന്നത്. ആ കാര്യങ്ങൾ കറക്റ്റ് നമ്മൾ കേട്ടതിന് ശേഷം നമ്മൾ കുട്ടിയെ വിളിച്ച് വരുത്തിയിട്ട് അത് ഇന്നതാണ്, നല്ലതാകാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലാതെ നീ എന്ത് വേണേലും ചെയ്തോ, ടീച്ചറിനോട് തർക്കിക്കാൻ ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ ആര് നിന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ട്, പേരൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് തരും, അങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നല്ല പറയേണ്ടത്. എന്ത് തെറ്റ് ചെയ്താലും സപ്പോർട്ടിന് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞൊരു ആത്മവിശ്വാസം അല്ല കൊടുക്കേണ്ടത്. ശരിയായ കാര്യങ്ങൾക്ക് എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും. തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുകയും തന്നെ ചെയ്യും. അതുപോലെ തന്നെ അടിക്കേണ്ട കാര്യത്തിന് അടിക്കും എന്നുള്ള ഒരു പേടി കുട്ടികളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പേടിപ്പെടുത്തി കുട്ടികളെ കൊണ്ടെല്ലാം ചെയ്യിക്കണം എന്നല്ല. കുട്ടിക്ക് തന്നെ ഒരു ബോധ്യമുണ്ടല്ലോ, സ്കൂളിൽ പോകുമ്പോൾ പഠിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ അടി കിട്ടും എന്നൊരു ഇത് വരുമ്പോഴത്തേന് ആൾക്ക് തന്നെ അറിയാം പഠിക്കുക എന്നൊരു നല്ല കാര്യമാണ്. അത് ചെയ്യാതെ പോയാൽ, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ പോയാൽ, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും, അല്ല അടി കിട്ടും, അങ്ങനെ ഒരു തോന്നൽ കുട്ടിക്കുണ്ടെങ്കിൽ കുട്ടി അത് ചെയ്യും അല്ലേ? അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പറയുക, നീ ഹോംവർക്ക് ചെയ്യണ്ട, നീ പഠിക്കണ്ട, നീ ക്ലാസ്സിൽ പൊക്കോ, നിനക്കെന്നും നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്നതൊന്നും അത്ര വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടെന്നല്ല, ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കിട്ടും, അതാണ് രീതി എന്ന ഒരു തോന്നൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടിയിരിക്കും. അതല്ലാതെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലാണ് വലിയ കാര്യമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ശരിക്കും അധ്യാപകരുടെ കയ്യിൽ ഒരു കയ്യിൽ പുസ്തകമാണെങ്കിൽ ഒരു കയ്യിൽ ചൂരലിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പണ്ടും
എന്താ പറയുന്നത്, ഇതുപോലെ തന്നെയല്ലേ അടി കൊണ്ട് വളർന്നവരായിരിക്കും എല്ലാവരും, സ്കൂളിലാണേലും വീട്ടിലാണേലും അടി കൊണ്ട് വളർന്നവരായിരിക്കും എല്ലാവരും. ഇപ്പോൾ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുട്ടികൾ ആത്മഹത്യ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ പേരും പേടിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്തത്. പക്ഷേ ഒരു കയ്യിൽ പുസ്തകവും ഒരു കയ്യിൽ ചൂരലും ഉള്ള ടീച്ചറിനെ എല്ലാവർക്കും കുറച്ച് പേടിയായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഡ്യൂട്ടിയും ചെയ്യും. അതല്ലാതെ ശിക്ഷിക്കേണ്ടിടത്തെല്ലാം നമ്മൾ താങ്ങി നിർത്തി സ്നേഹം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല.